ഹായ് ഹലോ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാവേ. അതിനുവേണ്ടി രാവിലെ തന്നെ നമ്മൾ ആദ്യം 2 ഗ്ലാസ് ചായയൊക്കെ ഇട്ടു. ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിവിടെ വേസ്റ്റ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഒരു വണ്ടി വരുവേ. അപ്പോൾ വേസ്റ്റും ഒക്കെ അവർക്ക് കൊടുത്ത് അവരൊരു വണ്ടിയിൽ ഇങ്ങനെ പാട്ടുമൊക്കെ ഇട്ടാണ് വരുന്നത്. അപ്പോൾ അവർ വേസ്റ്റും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് പതുക്കെ ഇനിയും ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കയറാമെന്ന് കരുതി. അപ്പോൾ തക്കാളി ചമ്മന്തിയും പനിയേരവുമായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ തക്കാളി ചമ്മന്തിക്ക് നമ്മൾ തക്കാളിയെല്ലാം വഴറ്റി അരച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കടുകുമൊക്കെ താളിച്ച് നമ്മുടെ തക്കാളിയൊക്കെ അതിനകത്തോട്ട് ഒഴിച്ച് ആവശ്യത്തിന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കുറുക്കിയെടുത്ത് നല്ല ഒന്നാന്തരം ചമ്മന്തിയായിരുന്നേ. അപ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പനിയാരമായിരുന്നു ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും സവാളയും മല്ലിയിലയും എല്ലാം ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്നു. അതെല്ലാം കൂടെ അരിഞ്ഞ് നമ്മുടെ മാവിലേക്ക് ചേർത്ത് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ല 2-3 തവണയായിട്ടുണ്ടാക്കി നല്ല ഇച്ചിരി നെയ്യൊന്ന് തളിച്ച് കൊടുത്താൽ മതി. ഇത് ഞാൻ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ ഒഴിക്കുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുണ്ടാക്കേണ്ട ആവശ്യമില്ല. നല്ല ഒന്നാന്തരം പനിയാരവും തക്കാളി ചമ്മന്തിയും കൂടെ മുക്കി നല്ല ടേസ്റ്റോടു കൂടി തന്നെ രാവിലെ കഴിച്ചു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല രുചി തന്നെയായിരുന്നു കേട്ടോ. അത് കഴിക്കാൻ നല്ല സ്വാദുണ്ടായിരുന്നു. അതും കുറേ നാൾക്ക് ശേഷമാണ് ഞാനിതൊന്നും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചട്ടി വാങ്ങിച്ച് വെച്ചു. ആദ്യത്തെ ഒരു മൂച്ചിൽ കുറേ ഉണ്ടാക്കി, പിന്നെ അങ്ങ് ഉണ്ടാക്കാതായിരുന്നു. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അത് കഴിഞ്ഞ് ചേട്ടൻ ഇപ്പോൾ ഓഫീസിൽ പോവാണ്. അപ്പം ഇന്ന് വണ്ടിയിലാണ് പോയത്. സാധാരണ ബസ് വരാറുണ്ട്. ബസ് ഇച്ചിരി ലേറ്റായിട്ട് പോകുന്ന ദിവസങ്ങളിൽ ഇതുപോലെ കാർ എടുത്താണ് പോകാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് അപ്പുറത്തുനിന്ന് പിള്ളേരൊക്കെ വന്ന് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും. വെയിലായതുകൊണ്ട് ആരും പുറത്ത് പോയില്ല. പക്ഷേ വെയിലാണെങ്കിലും നോക്കിയാൽ മതി, പുറത്ത് നല്ല കാറ്റും മരങ്ങളൊക്കെ ആടുന്നത് കാണാം. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ചോറ് പരിപാടിയിലേക്ക് കയറുവാണ്. ഇപ്പം ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. എനിക്കിവിടെ അടുപ്പും സൗകര്യമൊന്നും നമുക്കിവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുക്കറിൽ വെക്കും. പക്ഷേ കുഴഞ്ഞു പോകാതെ നല്ല ചോറായിട്ട് തന്നെ കിട്ടുവേ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇന്ന് ക്യാബേജ് തോരനും സാമ്പാറും ഒക്കെയാണ്. അപ്പോൾ ക്യാബേജ് തോരനുള്ള പരിപാടികളൊക്കെ ചെയ്ത് ക്യാബേജ് എല്ലാം അരിഞ്ഞ് കടുകൊക്കെ താളിച്ച് ഇതെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ മീൻ കിട്ടിയിരുന്നു. മീനെല്ലാം നല്ല വൃത്തിയാക്കിയതിന് ശേഷം വറുക്കാൻ വേണ്ടി വെച്ചേക്കുവാണേ. അപ്പം മീനും ചോറും എല്ലാം ആയിരുന്നു. അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈകിട്ട് ഒരു ഗോതമ്പ് വെച്ചൊരു പലഹാരം ഉണ്ടാക്കി. അതും നല്ല ടേസ്റ്റി ആയിരുന്നു. അതുമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിള്ളേർക്ക് ഇന്നൊരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ താമസിക്കുന്നിടത്ത് തന്നെ ഒരു ക്ലബ് ഹൗസ് ഉണ്ട്. അവിടെ വന്ന് ഒരു സ്കൂളിൽ നിന്ന് വന്ന് നടത്തുന്നതാണ്. അപ്പോൾ അവർ വന്ന് ഡ്രോയിങ് നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്തുള്ള കുട്ടികളെയൊക്കെ തന്നെ വെച്ചായിരുന്നു കോമ്പറ്റീഷൻ. അങ്ങനെ അവർ നല്ല സ്കൂളിൻ്റെ ഒരു ഡെമോയും കാര്യങ്ങളൊക്കെ കാണിച്ചു. നല്ല ടീച്ചേഴ്സും ഒക്കെ ആയിരുന്നു. എല്ലാവരും നല്ല കോപ്പറേറ്റീവായിട്ട് പിള്ളേരൊക്കെ വന്നു. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും തന്നെ ഓരോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മോനും എല്ലാവർക്കും കിട്ടിയ കൂട്ടത്തിൽ എല്ലാ പിള്ളേർക്കും പങ്കെടുത്ത എല്ലാ പിള്ളേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി നമ്മൾ ഇന്ന് സ്പെഷ്യൽ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് ഒരു പൊട്ടറ്റോ ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കി. അപ്പോൾ അതിന് വേണ്ടി പൊട്ടറ്റോ എല്ലാം നമ്മൾ വേവിച്ച് ഞാനിതിൻ്റെ എല്ലാ റെസിപ്പി ഇടുന്നുണ്ട്. എല്ലാവരും പ്ലീസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണമേ. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതുപോലെ ബ്രെഡെല്ലാം നമ്മളിതുപോലെ പേസ്റ്റ് പോലെ പൊട്ടറ്റോ എല്ലാം തേച്ചതിന് ശേഷം നമ്മളതിൻ്റെ നെടുവെ മുറിച്ച് ബ്രെഡും പാലിലും ഒക്കെ മുക്കി ഒന്ന് പൊരിച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. രാത്രി നമ്മൾ ഇതുമൊക്കെ കഴിച്ചു. നമ്മുടെ ഒരു മധുരപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. അതും എല്ലാം കഴിച്ച് രാത്രിയൊക്കെ നല്ല സൂപ്പറായിട്ട് പോയി. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.